മിഞ്ഞാന്ന് വന്നിട്ട് 2 പൈപ്പ് ഉണ്ടായിരുന്നു മുറ്റത്ത്. ആ 2 പൈപ്പും പൊട്ടിച്ച് വേലി 2 സ്ഥലത്ത് പൊളിച്ച് ഞങ്ങൾക്ക് കിടന്നുറങ്ങാനില്ല. 10 മണിക്ക് തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഞങ്ങൾ ഇതിനെ നോക്കി നിൽക്കുകയാണ്. അതിലിടക്ക് ഇന്നലെ കറണ്ടും ഇല്ലാതായി. ഇങ്ങനൊക്കെ ആയി ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ജീവിക്കണ്ട ഇവിടെ. അടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ജീവിക്കുന്നുള്ളൂ. ആന പന്നി വേറെ പന്നിയൊക്കെ കോഴിക്കോട് മറിച്ചിടുക, കോഴിക്കളെ കൊണ്ടുപോവുക. അപ്പം പിന്നെ കഴിഞ്ഞ ആഴ്ച 1 മണി രാത്രിയാണ് ഞങ്ങൾ മുറ്റത്ത് ആന വന്നത്. എന്റെ ചെക്കന്റെ വണ്ടിയൊക്കെ എന്തോ കുരുത്തത്തിന് പൊട്ടിച്ചിട്ടില്ല. 3-4 പ്രാവശ്യമായി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം നിങ്ങൾ. കുട്ടികൾക്ക് സ്കൂൾക്ക് മദ്രസക്കൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനി പിന്നെ പന്നി പുലി എല്ലാതും ഇറങ്ങിക്കണം. ആകെ ഇടങ്ങാറായിക്കണം ഇപ്പൊ ഞങ്ങള്. 8 മണിയൊക്കെ വയ്യ കണ്ടോ? ഈ വൈക്ക കൂടെ കുട്ടികൾക്ക് സ്കൂൾ ഈ വയ്യ കണ്ടിരങ്ങള് സ്കൂളിൽ മദ്രസയിലൊക്കെ പോകാൻ അങ്ങനെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. 4-5 തെങ്ങ് ഇപ്പൊ ഒന്ന് കൃഷ്ണന്റെ, ഒന്ന് കപ്പുട്ടിയേട്ടന്റെ, അവിടെ ഭാസ്കരേട്ടന്റെ, ഒന്ന് എന്റെ 4 തെങ്ങോളം 4-5 തെങ്ങോളം പോയി ഇന്നലെ മാത്രം. അവിടെ ഇപ്പൊ മേലെ ഭാഗത്തൊക്കെ ഞങ്ങൾ കവുങ്ങും തെങ്ങും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പ്രവൃത്തികളൊക്കെ കംപ്ലീറ്റ് പോയി. ഇതിപ്പോ എന്തിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. 15 വർഷം മുമ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ട്രഞ്ച് കുഴിച്ചിട്ടുണ്ട്. ആ ട്രഞ്ച് എടുത്തിട്ട് എല്ലാ തൊഴിലാളികളും കൂടിയിട്ടാണ് ട്രഞ്ച് എടുത്തിട്ടുള്ളത് 15 വർഷം മുമ്പ്. ആ ട്രഞ്ചിന്റെ പുറമെ ട്രഞ്ച് എടുക്കാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളിൽ JCB ഉപയോഗിച്ചിട്ട് ട്രഞ്ച് മൊത്തം കയറിയിട്ടുണ്ട്. ആ ട്രഞ്ചിന് അപ്പുറമാണ് നമ്മൾ പിന്നെ പെൻസിലിംഗ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പെൻസിലിംഗ് ശരിക്കും ഉപയോഗശൂന്യമല്ല. പെൻസിലിംഗ് ഇല്ലാന്ന് പറഞ്ഞ പെൻസിലിംഗ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പെൻസിലിംഗ് തള്ളി ഈ ട്രഞ്ചും ചവിട്ടിയിട്ടാണ് ആന വരുന്നത്. ഇപ്പം ഈ ട്രഞ്ച് മൊത്തം മണ്ണ് അടഞ്ഞിട്ട് ട്രഞ്ചിലൂടെ ആനക്ക് ഈസിലി വരാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു പഞ്ചായത്ത് ഗ്രാമസഭ നമ്മൾ പറഞ്ഞത് ആ ട്രഞ്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ പറ്റും. മെറ്റീരിയൽ ഉണ്ട്. അവിടെ ആ ട്രഞ്ച് ഉപയോഗിക്കുന്ന രീതിയിലാക്കി മാറ്റിയിട്ട് നമ്മൾ ഈ പെൻസിലിംഗ് അത് ഉപയോഗമാരം ആക്കി മാറ്റുക. എന്താ പെൻസിലിംഗ് ചെയ്യുന്നത് ഈ പച്ച മരത്തിനും വീട്ടിൽ അടിച്ചു വെച്ചത് അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫണ്ട് വെച്ചെന്നല്ലാതെ അത് യാതൊരു അതിലേക്കൊരു കറണ്ട് കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും നോക്കി പോയാൽ കാണാം എല്ലാം പച്ചമരത്തിൽ അടിച്ചു വെച്ചേക്കാം. യഥാർത്ഥത്തിൽ ആനപ്പാറ എന്ന് പറയുന്ന ആ പേരിന് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലമുണ്ടായിട്ടുള്ളത്. കാരണം ഏകദേശം ഒരു 5-8 വർഷമായിട്ട് ഈ പ്രദേശത്തിലെ താമസിക്കുന്ന ആളുകൾ വളരെയധികം ഭയാനകമായ രീതിയിലും ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് കാട്ടാന കൂട്ടങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ അടക്കം കൃത്യം 4 മണിയാകുമ്പോൾ തന്നെ ഈ കയ്യേറ്റ ഭൂമിയിൽ കയറിയിരിക്കുക. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനകൾ മുഴുവനും പല സ്ഥലങ്ങളിൽ വീടുകൾ, അതുപോലെ തന്നെ പല കൃഷികളും, തെങ്ങായിക്കോട്ടെ, കാപ്പി ആയിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ഇത് മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുക.